നമ്മൾ വിശദമായി കടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ആരോപണത്തിൽ നിർണായകമായ കണ്ടെത്തലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. 2 യുവതികൾ ഗർഭചിത്രം നടത്തിയെന്നാണ് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത്. പരാതി നൽകാതിരിക്കാൻ 2 യുവതികൾക്ക് മേൽ ശക്തമായ സമ്മർദ്ദമുണ്ട് എന്നും ക്രൈംബ്രാഞ്ച് വിലയിരുത്തുന്നു. ഒപ്പം ഇത് സംബന്ധിച്ച ആശുപത്രി രേഖകളടക്കം ശേഖരിച്ചുകൊണ്ടാണിപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നീക്കം. സുപ്രധാനമായ കണ്ടെത്തലുകളാണിപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നത്. ഇന്റലിജൻസ് കൂടി ഇത് സംബന്ധിച്ച രേഖകളടക്കം ശേഖരിച്ചു എന്നാണ് പുറത്തുവരുന്ന സുപ്രധാനമായ വിവരം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ് വാർത്തയാണ് ഡാൻ കുര്യൻ പുറത്തുവിടുന്നത്. ഡാൻ വിശദാംശങ്ങളുമായി ചേരുന്നു. ഡാൻ, അന്വേഷണ സംഘത്തിന്റെ നീക്കം സുപ്രധാനമാണ്. ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയില്ല, അതുകൊണ്ട് മറ്റ് നിയമ നടപടികൾക്ക് ഒരു പോസിബിലിറ്റിയുമില്ല. ഇതാണ് കോൺഗ്രസിന്റെ വാദം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദം. പക്ഷേ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ അത് കൂടുതൽ ഇടങ്ങളിലേക്ക് കടക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇതുവരെ വന്നതല്ല ചിത്രം എന്നതാണോ ഇപ്പോഴത്തെ സൂചനകൾ? രാഹുൽ മാങ്കൂട്ടത്തിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഗുരുതരമായ ഒരു കണ്ടെത്തലിലേക്കാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇങ്ങനെയൊരു അന്വേഷണം സംസ്ഥാന പോലീസ് മേധാവി ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. നമുക്ക് ക്രൈംബ്രാഞ്ചിന്റെ ഏറ്റവും വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അവരുടെ കണ്ടെത്തൽ ഇങ്ങനെയാണ്. 2 യുവതികൾക്ക് സമാനമായ ദുരനുഭവം നേരിട്ടു. അതിൽ ഒരാളുടെ ശബ്ദരേഖ മാത്രമാണ് പുറത്തു വന്നത്. മറ്റൊരാൾ ഗർഭചിത്രം നടത്തിയത് കേരളത്തിന് പുറത്തുള്ള ഒരു ആശുപത്രിയിലാണ്. ഈ ആശുപത്രിയിൽ നിന്നുള്ള ആശുപത്രി വിവരങ്ങൾ, ഇവർ ഗർഭചിത്രം നടത്തിയതെന്ന് വ്യക്തമാക്കുന്ന അതിന്റെ ആശുപത്രി ബില്ലുകൾ, മറ്റ് രേഖകൾ അടക്കം സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം ശേഖരിച്ചിട്ടുണ്ട്. അത് ഇന്റലിജൻസ് വിഭാഗം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് പരാതിക്കാർ ഇതുവരെ രംഗത്ത് വരാതിരിക്കുകയും അന്വേഷണം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന വലിയൊരു പ്രതിസന്ധിയിൽ അന്വേഷണ സംഘം എത്തി നിൽക്കുകയും ചെയ്യുന്നതിനിടയിലാണ് നിർണായകമായ ചില തെളിവുകൾ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അതായത് 2 പേർക്ക് ദുരനുഭവം നേരിട്ടിട്ടുണ്ട് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. മാത്രമല്ല, ഈ 2 പേരും ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് എന്നുകൂടി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് നേരിട്ട് ഇവരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു ശ്രമം അന്വേഷണ സംഘം നടത്തിയത്. പക്ഷേ ശബ്ദരേഖ പുറത്തുവന്ന ഇര അങ്ങനെയൊരു മൊഴി നൽകാൻ തയ്യാറാകുന്നില്ല എന്ന വിവരങ്ങളാണ് അന്വേഷണ സംഘം നമുക്ക് കൈമാറുന്നത്. അങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിയമോപദേശം തേടിയതിനു ശേഷം BNS സെക്ഷൻ 88 പ്രകാരം നിലനിൽക്കുന്ന നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി നേരിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു നീക്കം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് നടക്കുകയാണ് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അങ്ങനെയെങ്കിൽ ഇവരെ ഈ പരാതി നൽകാതിരിക്കുന്നതിൽ സമ്മർദ്ദം ചെലുത്തിയവരിലേക്ക് കൂടി അന്വേഷണം നീളുമെന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട്. അതിൽ 3 മാധ്യമപ്രവർത്തകർ, വനിതാ മാധ്യമപ്രവർത്തകർ ഇടപെട്ടിട്ടുണ്ട് എന്ന കണ്ടെത്തൽ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. അതിനു പുറമെ മറ്റൊരാൾക്ക് കൂടി സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും ഈ 2 പേരും ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് എന്ന വിവരം കൂടി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങൾ മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ 2 പരാതിക്കാരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അത് ഈ കേസിൽ നേരിട്ട് പരാതിക്കാർ ഇല്ലാത്ത ഒരു പശ്ചാത്തലത്തിലാണ്. ഇതുമായി വന്ന് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഈ പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് അടക്കം ഇമെയിലായി അയച്ച 2 പേരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം തുടങ്ങുകയെന്നൊരു തീരുമാനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം എത്തിയത്. അതിന്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ 2 പേർക്ക് സമാനമായ തരത്തിൽ ദുരനുഭവം നേരിട്ടിട്ടുണ്ട് എന്ന കണ്ടെത്തലിലേക്ക് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ഈ ദുരനുഭവം നേരിട്ട 2 യുവതികളെയും നേരിൽ കണ്ട് മൊഴി തരാൻ തയ്യാറാകുമോ എന്ന കാര്യത്തിൽ അന്വേഷണ സംഘം ആദ്യം ഒരു ഉറപ്പുവരുത്തും. മൊഴി തരാൻ അവർ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിദഗ്ധോപദേശം തേടിയ ശേഷം നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ BNS സെക്ഷൻ 88 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കാനുള്ള നീക്കത്തിലേക്കാണ് ക്രൈംബ്രാഞ്ച് കടക്കുന്നതെന്ന വിവരമാണ് ഈ മണിക്കൂറിൽ നമുക്ക് ലഭിക്കുന്നത്. അതായത് ഇതുവരെ വന്ന വിവരമല്ല, ഇത് അന്വേഷണം ഇപ്പോൾ സ്വീകരിക്കുന്ന വിശദാംശങ്ങൾ അനുസരിച്ച് അത് രാഹുലിലേക്ക് നേരിട്ട് കേസെത്തും എന്ന സൂചനയാണ്. കാരണം ക്രൈംബ്രാഞ്ചിന്റെ ആദ്യത്തെ നീക്കം ഈ ഇമെയിൽ പരാതി നൽകിയ മറ്റ് 2 പേരുടെ മൊഴിയെടുത്തുള്ള നീക്കമായിരുന്നല്ലോ. പക്ഷേ ഇനി അതല്ല, നേരിട്ട് രാഹുലിലേക്ക് അന്വേഷണ സംഘം എത്താനുള്ള സാധ്യതയാണ് ഈ തെളിവുകൾ എന്നതല്ലേ ഡാൻ അതിന്റെ സൂചന?
അതായത് ഒരു ഫോർമാലിറ്റിയുടെ പേരിൽ മാത്രമാണ് ഇന്നലെ ഈ 2 പേരുടെ മൊഴി എടുത്തിരിക്കുന്നത്. കാരണം സമാനമായ തരത്തിൽ ഇനിയും 8 പേർ കൂടി പരാതി നൽകിയിട്ടുണ്ട്. അതായത് ആകെ 10 പേരാണ് ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പരാതി നൽകിയത്. പക്ഷേ അന്വേഷണ സംഘത്തെ കുഴച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, നേരിട്ട് പരാതി നൽകാൻ ആരും തയ്യാറായിരുന്നില്ല എന്നത് തന്നെയാണ്. അതിനിടയിലാണ് ഈ അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ച് മേധാവി ADGP H. വെങ്കടേശന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേർന്ന് അന്വേഷണത്തിന്റെ ദിശ നിർണ്ണയിക്കുന്ന കൃത്യമായ ഒരു തീരുമാനങ്ങളിലേക്ക് എത്തിയത്. അതിന്റെ ഭാഗമായാണ് ഈ പരാതി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഇതുമായി ബന്ധപ്പെട്ട് 2 പേരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയതിനു ശേഷം ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ മൊഴിയിൽ ആരെക്കുറിച്ചാണോ പരാമർശിച്ചിരിക്കുന്നത് അവരിലേക്ക് എത്തുക എന്നൊരു അന്വേഷണ തന്ത്രം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇരകളിലേക്ക് നേരിട്ടെത്താനുള്ള ഒരു നീക്കം ക്രൈംബ്രാഞ്ച് നടത്തുന്നത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഇരകളുമായി ബന്ധപ്പെട്ട് അവരെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന കൃത്യമായ കണ്ടെത്തൽ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് രാഷ്ട്രീയമായ ഇടപെടലുകളിലൂടെ 3 വനിതാ മാധ്യമ പ്രവർത്തകർ ഇവരെ ഈ പരാതി നൽകുന്നതിൽ നിന്ന് പിൻവലിപ്പിക്കാനുള്ള നീക്കം നടത്തിയെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വിവരമെങ്കിൽ അത് ഒത്തുതീർപ്പാക്കുന്നതിനായി രാഷ്ട്രീയ ഇടപെടൽ കൂടി നടന്നിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലേക്കാണ് ക്രൈംബ്രാഞ്ച് എത്തുന്നത്. അങ്ങനെയെങ്കിൽ വിശദമായ പരിശോധനയായിരിക്കും ഈ വിഷയത്തിൽ നടക്കുക. അതുകൊണ്ട് തന്നെയാണ് ശാസ്ത്രീയ തെളിവുകൾ പരമാവധി ശേഖരിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട പഴുതടച്ച ഒരു അന്വേഷണത്തിലേക്ക് കടക്കാൻ ക്രൈംബ്രാഞ്ച് നീക്കം നടത്തുന്നത് എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത്. ഇത് കോൺഗ്രസിന് മുന്നിലും ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി ചെറുതല്ലോ. കാരണം രാഹുലിനെ ന്യായീകരിച്ച് ഒരുപറ്റം നേതാക്കൾ പരസ്യമായി പോലും രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. നിയമസഭാ സമ്മേളനത്തിൽ രാഹുലിനെ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത്തരം പശ്ചാത്തലത്തിൽ സാഹചര്യങ്ങൾ ഒരുങ്ങുന്നതിനിടയിലാണ് പുതിയ തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച അപ്രതീക്ഷിതമല്ലേ ഡാൻ? അതായത് സംസ്ഥാന കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്ക്, അതായത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർക്ക് ഈ വിഷയത്തിന്റെ ഗൌരവം എന്ത് എന്ന കാര്യം നേരത്തെ തന്നെ ബോധ്യപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒപ്പം നിന്നിരുന്ന 2 പേരിൽ ഒരാളായ രാഹുൽ മാങ്കൂട്ടത്തിലെ അദ്ദേഹം പരസ്യമായി തന്നെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയതും അത് സംസ്ഥാന കോൺഗ്രസിൽ വലിയ തരത്തിലുള്ള ചലനങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും. പക്ഷേ പിന്നീട് പ്രതിപക്ഷ നേതാവ് VD സതീശന് അദ്ദേഹം മുമ്പോട്ട് വെച്ച ഈ വിഷയത്തിൽ കൃത്യമായ ഒരു പിന്തുണ പാർട്ടിയുടെ മുഴുവൻ നേതാക്കളിൽ നിന്നും ഉറപ്പാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്നതാണ് വസ്തുത. അങ്ങനെയാണ് അദ്ദേഹത്തിന് പോലും ആ നിലപാട് മയപ്പെടുത്തേണ്ട ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസ് നേതൃത്വം അത് രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രതിരോധം തീർത്ത് നിയമസഭയിലേക്ക് രാഹുൽ എത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമാകുന്ന ഘട്ടത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു കണ്ടെത്തൽ ഉണ്ടാകുകയും ആ കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിൽ അവർ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ആ അന്വേഷണം കൃത്യമായി ഏത് തരത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയമായി പ്രതിരോധിക്കും എന്നത് വൈകാതെ തന്നെ നമുക്ക് അറിയാൻ കഴിയും. അതിനൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി ആരും രംഗത്ത് വന്നിട്ടില്ല എന്ന കാര്യം മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കോൺഗ്രസ് നേതൃത്വം ഇനി തയ്യാറാകുമോ എന്നതാണ് അറിയാനുള്ളത്. ഡാൻ, ഒരു കാര്യം കൂടി, ഈ കേസിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരാതിക്കാർ പരസ്യമായി രംഗത്തില്ല. അപ്പോൾ അന്വേഷണ സംഘം ഇപ്പോൾ ശേഖരിക്കപ്പെടുന്ന തെളിവുകൾ അത് നിയമപരമായി നിലനിൽക്കുമോ? ഒരു രാഷ്ട്രീയ വിവാദത്തിനപ്പുറം അതിന്റെ നിയമസാധ്യത എത്രമാത്രമാണ്? അത്തരം സൂചനകൾ നമുക്ക് ലഭ്യമാണോ ഡാൻ? അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 88 പ്രകാരം ഗർഭചിത്രം നടത്തുന്നതിന് ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ അനുസരിച്ച് അമ്മയുടെ ജീവന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപകടം ഈ